ഡോൺ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരമായ വായനയുടെ സ്വർഗത്തിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് കൂടി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹകരണവും രജിസ്ട്രേഷനും വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ശ്രീ V ദത്തന് നൽകി പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെയും മറ്റതിഥികളെയും പ്രസാധകരുടെ പ്രതിനിധിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ വായനയുടെ സ്വർഗത്തിൽ എന്ന ഗ്രന്ഥമാണ് ഇപ്പോൾ ഡോൺ ബുക്സ് ഇവിടെ പ്രകാശനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത്. അഴീക്കോട് സാറിൻ്റെ ഏതാണ്ട് 16 ലേഖന പരമ്പരകളുടെ ഉള്ളടക്കമാണ് ആ ഗ്രന്ഥം. അഴീക്കോട് സാറിൻ്റെ പുസ്തകം വായിക്കാത്തവർ വായനാ ലോകത്തുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സാഹിത്യ വിമർശനത്തിലൂടെ സാമൂഹ്യ വിമർശനത്തിലെത്തി, സാമൂഹ്യ വിമർശനത്തിൽ നിന്നും പൊതുവിമർശനത്തിലെത്തി, കേരളത്തിൻ്റെ ജനകീയ മനസ്സാക്ഷിയായി മാറി. അദ്ദേഹം സാംസ്കാരിക കേരളത്തിൻ്റെ പ്രകാശ ഗോപുരമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റ് വായനാ ലോകത്തു നിന്നുള്ള അറിവുമെല്ലാം നമുക്ക് പകർന്നു തന്നുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധി അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ, ഒപ്പം പ്രസംഗങ്ങൾ എല്ലാം ഇന്ന് ഗ്രന്ഥങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിൽ തന്നെ ഞങ്ങൾ കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ കലയിലെ ഏറ്റവും ഉന്നതമായ രൂപം ഉള്ളടക്കം ചെയ്ത പോൾ മണലിൽ തയ്യാറാക്കിയ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇപ്പോഴും ആ ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. എത്രയോ വലിയ രൂപത്തിൽ സാമൂഹ്യ വിമർശനങ്ങൾ ഉയർത്തിയും ദീർഘവീക്ഷണത്തോടെയും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിച്ചും നിർഭയമായി തൻ്റെ അഭിപ്രായങ്ങൾ ഏത് ഘട്ടത്തിലും വിളിച്ചു പറയാൻ മുന്നോട്ട് വന്നിരുന്ന ഈ നാടിൻ്റെ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സാംസ്കാരിക രംഗത്തെ അതുല്യ പ്രതിഭാശാലിയായിരുന്നു അഴീക്കോട് സാറ്. അഴീക്കോട് സാറ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെയും ആ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യത്തെയുമൊക്കെ മുൻകൂട്ടി പ്രവചിച്ച വ്യക്തികളിൽ ഒരാളാണ്. ഒരുപക്ഷെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അത് വരാൻ പോകുന്നു എന്ന കാര്യം കാലേക്കൂട്ടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. അന്ന് അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതവും അതോടൊപ്പം തന്നെ അതുവഴി ബാബറി മസ്ജിദ് അല്ല തകരുന്നത്, മറിച്ച് ഇന്ത്യയാണ് തകരുന്നതെന്നും ഇന്ത്യയുടെ സംസ്കാരമാണ് തകരുന്നതെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പോടുകൂടി അഴീക്കോട് സാറായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഈ ഉപന്യാസങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രയോ പ്രഭാഷണങ്ങളും അതുപോലെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെതായി കാലഘട്ടത്തിൽ വന്നു. അതെല്ലാം നല്ല രൂപത്തിൽ ഇന്ന് പുസ്തകങ്ങളായി നമുക്കെല്ലാം വായിക്കാൻ നമ്മുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡോൺ ബുക്സ് നിരവധി ഗ്രന്ഥങ്ങൾ ഇത്തരത്തിലുള്ളത് വളരെ മൂല്യബോധത്തോടു കൂടി പ്രസാധന രംഗത്ത് വലിയ ദൗത്യം നിർവഹിക്കുന്നയാളാണ് അനിൽ വേഗയും കൂട്ടരും. അവർ അഴീക്കോട് സാറിൻ്റെ 16 ഉപന്യാസങ്ങൾ ചേർത്ത് ഇത്തരമൊരു ഗ്രന്ഥം അദ്ദേഹം പ്രകാശനം ചെയ്യാൻ തയ്യാറായതിൽ പ്രത്യേകമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.